പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുമ്മ ജഅൽനാകും ഖലായിഫ ഫിൽ അർളി മിൻ ബഅദിഹിം ലിനൻദുറ കൈഫ തഅമലൂൻ. പിന്നെ അവർക്ക് ശേഷം നിങ്ങളെ നാം ഭൂമിയിൽ പിൻഗാമികളാക്കി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നാം നോക്കുവാൻ വേണ്ടി. അപ്പോൾ മുമ്പത്തെ ആയത്തിൽ പറഞ്ഞത് അള്ളാഹു പല സമുദായത്തെ നശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ തെറ്റ് ചെയ്തതിൻ്റെ പേരിൽ ദൂതന്മാരോട് അതിക്രമം കാട്ടി അവരുടെ പ്രവാചകന്മാരുടെ മുന്നറിയിപ്പുകൾ പിന്നെ അവഗണിക്കുകയും ആ പ്രവാചകന്മാരെ കൊന്നൊടുക്കി തീരെ അതിക്രമം കാണിക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരെ കൊന്നൊടുക്കി. അതിനുശേഷം അള്ളാഹു എന്ത് ചെയ്തു? ഭൂമിയിൽ നിങ്ങളെ പിൻഗാമികളാക്കി. നിങ്ങളെ പിൻഗാമികൾ എന്ന് പറയുന്നത് നമ്മളെയൊക്കെയാണ് ഉദ്ദേശിക്കുന്നില്ലേ? നമ്മളാണ് വായിക്കുന്നത്. അവരൊന്നും ഖുർആൻ വായിച്ചിട്ടില്ലല്ലോ. അപ്പോൾ അതിനുശേഷമാണ് നമ്മൾ ഖുർആൻ വായിക്കാൻ തുടങ്ങിയത്. അപ്പോൾ നമ്മളൊക്കെയാണ് മുസ്ലിങ്ങളെ നമ്മളെക്കുറിച്ചാണ് പറയുന്നത്. പിന്നെ നിങ്ങൾ ഭൂമിയെ പിൻഗാമികളാക്കി നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു നാം നോക്കാൻ വേണ്ടി, നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് അള്ളാഹു കാണുവാൻ വേണ്ടി അള്ളാഹു നമ്മളെ പിൻഗാമികളാക്കി എന്ന് പറഞ്ഞു. ഇവിടെ നമ്മൾ വിചാരിക്കും ആദ്യവും അന്ത്യവും മാറുന്നവനെല്ലാം അള്ളാഹു സാധാരണ നിഷേധവാദികൾ പറയുന്നൊരു വാക്യമാണ്. എല്ലാം മാറുന്നതിനും അന്ത്യം മനുഷ്യനെ പരീക്ഷിക്കുന്നത് അവനെല്ലാം അറിയില്ലേ, ഇല വീഴുന്നത് പോലും അറിയില്ലേ എന്നാണ്. പിന്നെ മറുപടി വെച്ചാൽ ഇല വീഴുന്നത് അള്ളാഹു അറിയുന്നു എന്നാണ്. ഒരു ഇല വീഴുന്നത് പോലും അള്ളാഹു അറിയുന്നു. ഒരു മുൻകൂട്ടി ഒരു മരം സൃഷ്ടിക്കുമ്പോഴേക്കും അതിന് എത്ര ഇലകൾ വീഴും, എന്ന് ആ മരം നശിക്കും തുടങ്ങിയ കാര്യങ്ങൾ അള്ളാഹുവിന് ഇപ്പം അറിയുകയും ചെയ്യും, അറിയാതിരിക്കുകയും ചെയ്യാം. അള്ളാഹു വിചാരിച്ചതൊക്കെ അറിയും. പക്ഷെ അള്ളാഹു എന്ത് ചെയ്യും? അതെല്ലാം തൽക്കാലത്തേക്ക് മറച്ചു വെച്ചിരിക്കുകയാണ്. അറിയാതിരിക്കാൻ തക്കവണ്ണം അള്ളാഹു എന്ത് ചെയ്തു? അവഗണിച്ചിരിക്കുകയാണ്. അതിനൊക്കെ അറിയാം. ആദ്യവും അന്ത്യവും ഒക്കെ അറിയുന്നവനാണല്ലോ അള്ളാഹു. അതുകൊണ്ടാണല്ലോ പിന്നെ മിറാജിൻ്റെ രാത്രിയിൽ പ്രവാചകന് ഖബറിൽ പല ആൾക്കാർ ശിക്ഷ ഏറ്റുകിടക്കുന്നതും സ്വർഗത്തിൽ പല ആളും ശിക്ഷ അനുഗ്രഹം ആസ്വദിച്ച് കിടക്കുന്നതൊക്കെ കണ്ടതൊക്കെ ആദ്യം മുൻകൂട്ടി അല്ലേ? ടൈം ട്രാവൽ എന്നൊക്കെ പറയാം. ആധുനിക ഭാഷയിൽ ടൈം ട്രാവൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെയൊക്കെ പ്രവാചകൻ മുൻകൂട്ടി കണ്ടു അല്ലേ? നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്നതും സ്വർഗത്തിൽ സുഖം അനുഭവിക്കുന്നതൊക്കെ മുൻകൂട്ടി കണ്ടു. അപ്പോൾ അള്ളാഹിനൊക്കെ അറിയുന്നത് ആണല്ലോ. അതുപോലെ തന്നെ സ്വർഗത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ സംഭവം അള്ളാഹു ആദ്യവും അന്ത്യവും അറിയും. പക്ഷെ ഇത് അള്ളാഹു നിങ്ങളെ പ്രവർത്തിക്കുന്നു നോക്കാൻ വേണ്ടി വെച്ചാൽ നമ്മളവിടെ വെച്ച് ന്യായവാദം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലേ? ഒരാൾ മുൻകൂട്ടി ചെയ്യുമെന്ന് കരുതി ശിക്ഷിക്കാൻ പറ്റില്ല അല്ലേ? അസമയത്ത് ഒരാൾ എന്ത് ചെയ്തു? ജയിലിൻ്റെ ഗേറ്റിന് പുറത്ത് കളഞ്ഞു. ജയിലിൻ്റെ ഉള്ളിലൊരു സെല്ലിനൊരു ഡോറുണ്ടാവും. പുറത്ത് ജയിലിന് പുറത്തേക്ക് റോട്ടുമേലേക്ക് കിടക്കുമ്പോൾ അവിടെ ഒരു ചെറിയൊരു വാതില. സിനിമയിലൊക്കെ നമ്മൾ കാണാറുണ്ട്. തല താഴ്ത്തിട്ട് പല തടവുകാർ തല താഴ്ത്തി പുറത്തേക്ക് കിടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. അത് പിന്നെ എന്തോ മറ്റുള്ളവരെ ബഹുമാനിക്കണം എന്നതിലും അതുപോലെ തന്നെ ഓടി രക്ഷപ്പെടാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരാൾ വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ ഓടുകയാണ് കുറ്റം. ഓടുമ്പം അവന് ഓട്ടത്തിൽ തല താഴ്ത്തും വേണം, കുനിയും വേണം, കയ്യിലല്ലോ. ഓട്ടത്തിന് വേഗത കുറയും, അല്ലെങ്കിൽ തലയുടെ തട്ടി വീഴും. അപ്പോൾ അതിനു വേണ്ടിയാണ് അവരുടെ ജയിലിൽ പുറത്തേക്കുള്ള വാതിൽ എപ്പോഴും കുമ്പിട്ടിട്ട് നമുക്ക് അതിലേക്ക് പുറത്തേക്ക് കിടക്കാൻ പറ്റുള്ളൂ. അത് പണ്ടേ ബ്രിട്ടീഷുകാരുടെ സമയത്തുള്ള കീഴ്വഴക്കമാണ് അത്. അപ്പം രണ്ടൊരു ഗേറ്റ് ഉണ്ടാവും എന്ന് കൂട്ടാം. ഒരു ജയിലിന് അല്ലേ? സെല്ലിനൊരു വാതിലുണ്ടാവും, പുറത്തേക്ക് ജയിലിൽ പുറത്തിറങ്ങിയ റോട്ടുമേൽ ഇറങ്ങും ഒരു വാതിലുണ്ടാവും. അതായത് ജയിലിൻ്റെ സെല്ലിന് ഇറങ്ങിയിട്ട് പുറത്തേക്ക് ഇങ്ങനെ നടക്കുകയാണ്. എല്ലാവരും സെല്ലിനുള്ളിലാണ് ഉണ്ടാകാം. പക്ഷെ ഒരുത്തന്നെ സെല്ലിന് പുറത്തിറങ്ങി നടന്നു കഴിഞ്ഞാൽ പിന്നെ ആ ജയിൽ മേധാവിക്ക് നീ ജയിൽ ചാടിയെന്ന് പറഞ്ഞ് ശിക്ഷിക്കാൻ പറ്റും. ഒരുത്തനെ ജയിൽ ചാടുകയും ചെയ്ത് വേറെ ഒരുത്തന് പുറത്തും കണ്ട് അപ്പോൾ നീയും ജയിൽ ചാടാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അപ്പം പറയല്ല, ഞാൻ ജയിൽ ചാടാൻ വേണ്ടി പോയതല്ല, ഞാൻ മറ്റൊരു മൂത്രമൊഴിക്കാൻ വേണ്ടി പോയതാണ് എന്ന് വേണമെങ്കിൽ അവന് പറയാം. പറഞ്ഞ് രക്ഷപ്പെടാൻ അല്ലെങ്കിൽ മറ്റു കാര്യത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാൻ ശിക്ഷിക്കാൻ കഴിയില്ല. പക്ഷേ ഇപ്പം ജയിലിന് പുറത്ത് ഇറങ്ങിയിട്ടുണ്ട്, റോട്ടുമേലാണെങ്കിലോ പരിപൂർണമായി ശിക്ഷിക്കാം. അതിന് മുമ്പ് ശിക്ഷിച്ചാലും ന്യായവാദം നടത്തും. ഞാനും ജയിലിന് പുറത്തിറങ്ങിയിട്ടില്ലല്ലോ.
മറ്റവൻ്റെ സഹായിയാണ്, പിന്നെ സുഹൃത്താണ്, ഒക്കെ ശരി തന്നെ. പക്ഷെ തെളിവില്ല. ഇവൻ ജയിലിൻ്റെ അകത്ത് തന്നെയാണ്. മനസ്സിലെ ജയിലിൻ്റെ അകത്തെ വാതിൽ നിന്നും അവൻ പുറത്ത് കിടന്നിട്ടുള്ളൂ. രണ്ടാമത്തെ വാതിൽ പുറത്ത് കിടന്നില്ല. രണ്ടാമത്തെ വാതിൽ പുറത്ത് കിടന്നാൽ ശിക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ വാതിൽ പുറത്ത് കിടന്ന് എന്ന കാരണം കൊണ്ടിട്ട് എന്താകാൻ പറ്റില്ല, ആ ജയിൽ മേധാവി ശിക്ഷിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് മനുഷ്യൻ ശിക്ഷിക്കാൻ കഴിയില്ല തെറ്റ് ചെയ്യാതെ. മനസ്സിലായി? അള്ളാഹുവിന് ഒരു വ്യക്തി തെറ്റ് ചെയ്യുമെന്നറിയാം. ഒരു കുട്ടിയെ അള്ളാഹുവിന് ശിക്ഷിക്കാൻ കഴിയില്ല. അള്ളാഹു പറയാ തെറ്റിട്ട് ഒരുത്തനെ പിടിച്ചിട്ട് ഒരു 5 വയസ്സുള്ള കുട്ടിയെ പിടിച്ച് അള്ളാഹു ശിക്ഷിക്കണം. അപ്പോൾ അള്ളാഹു പറയാം, നീ ഭാവിയിൽ പിന്നെ തെറ്റ് ചെയ്യും, എന്നെ കൊലപാതകം ചെയ്യുമെന്ന് എനിക്ക് മുൻകൂട്ടി അറിയാം, അതുകൊണ്ട് ഞാൻ ശിക്ഷിച്ചതാണ്. അപ്പോൾ ന്യായവാദം നടത്തും, ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. പക്ഷെ തെറ്റ് ചെയ്യാൻ ഉദ്ദേശമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരുത്തന് ഒരു 20-30 വയസ്സുകാരനായ വ്യക്തിയാണ് കൂട്ടുക, അവനൊരു കൊല്ലാൻ വേണ്ടി പോവുകയാണ്. കൊല്ലണം എന്നുള്ള ആയുധങ്ങളൊക്കെ എടുത്ത് ഒക്കെ പോവുകയാണ്. കയ്യിൽ ആയുധങ്ങളുണ്ട്, ഒക്കെ കണക്കാക്കി രാത്രി വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് അവരെ കുറച്ച് പോലീസുകാരെ കണ്ടപ്പോൾ തിരിച്ച് മടങ്ങി വന്നു. സംഭവം കൊന്നിട്ടില്ല, പക്ഷെ ഒരു ഉദ്ദേശമുണ്ട്, കൊല്ലണം എന്ന് ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശം വെച്ചിട്ട് അള്ളാഹുവിനെ ശിക്ഷിക്കുമ്പോൾ പറയില്ലല്ലോ, ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല, ഞാൻ കൊന്നിട്ടില്ലല്ലോ എന്ന് പറയും, ന്യായവാദം നടത്തും. അതേസമയം കൊന്നിട്ടുണ്ടെങ്കിലോ പിന്നെ അവനൊന്നും മുണ്ടില്ല അല്ലേ. അവനവൻ്റെ കൈകൊണ്ടാണ് കൊന്നത്, CCTV തെളിവും ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെ ഒന്നും മുണ്ടില്ല. CCTV ഒന്നുമില്ല, തെളിവൊന്നും ഇല്ലെങ്കിലോ അത് ശിക്ഷിക്കാനും പറ്റില്ല. അപ്പം അവർ ഈ നരകവാസികൾ അവിടെ വെച്ച് ന്യായവാദം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ പറഞ്ഞത്, നാം പ്രവർത്തിക്കുന്നത് നോക്കാൻ വേണ്ടി എന്ന് പറഞ്ഞത്. അല്ലാണ്ട് അള്ളാഹു അറിയാത്തവനെ മുൻകൂട്ടി വരാൻ ഭാവി അറിയാത്തവനാണ് അള്ളാഹു എന്നതിനർത്ഥമില്ല. മറിച്ച് നരകത്തിൽ ശിക്ഷ അനുഭവിക്കുന്ന വ്യക്തികൾ അവിടെ വെച്ച് ന്യായവാദം നടത്തും. ഞാനതൊന്നും ചെയ്തിട്ടില്ലല്ലോ, എന്ത് തെളിവാണുള്ളത്, അല്ലെങ്കിൽ ഞാനങ്ങോട്ട് പോയിട്ടില്ലല്ലോ എന്നൊക്കെ പറയും. അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു അവർക്ക് എല്ലാവരും അവസരം കൊടുക്കുന്നുണ്ട്. അവർക്ക് വിജ്ഞാനം നേടാനുള്ള, അറിവ് നേടാനുള്ള, അല്ലെങ്കിൽ ആത്മീയ ജ്ഞാനം നേടാൻ വേണ്ട അവസരങ്ങൾ, ആത്മീയ ജ്ഞാനികളായ വ്യക്തികളുടെ സമ്പർക്കം അള്ളാഹു നൽകുന്നുണ്ട്. നല്ല നല്ല പുസ്തകങ്ങൾ ലഭിക്കാനുള്ള സൗകര്യം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഫോണിലൊക്കെ ഒന്ന് അടിച്ചാൽ മതി, ഖുർആൻ പരിഭാഷ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇഷ്ടമായ ആപ്ലിക്കേഷനും മറ്റു കാര്യങ്ങൾ, യൂട്യൂബ് വീഡിയോസൊക്കെ ഉണ്ട്. അവിടെ വെച്ചിട്ട് ഒരുത്തിന് പറയാൻ കഴിയില്ല, എനിക്ക് ഇസ്ലാമിനെ പറ്റിയൊന്നും അറിഞ്ഞില്ല, ഞാൻ കേട്ടിട്ടില്ല, ഇസ്ലാമിനെ പറ്റിയൊന്നും കേട്ടിട്ടില്ല, ഖുർആൻ പരിഭാഷ എൻ്റെ കയ്യിലില്ലായിരുന്നു, പരിഭാഷ വാങ്ങാൻ എൻ്റെ കയ്യിൽ പണമില്ലായിരുന്നു എന്നൊന്നും അവിടെ വെച്ച് ഒരാൾക്കും ഇപ്പോഴത്തെ കാലത്ത് ന്യായവാദം നടത്താൻ കഴിയില്ല. ഒരു 10 കൊല്ലം മുമ്പാണെങ്കിലും ഓക്കെ, 10 കൊല്ലം മുമ്പാണെങ്കിൽ ഒരു ഖുർആൻ പരിഭാഷ വേണമെങ്കിൽ 500 രൂപ കൊടുക്കാൻ വേണ്ടി വരുന്നു. അതിന് മുമ്പ് ഒരു 10-20 കൊല്ലം മുമ്പ് പരിഭാഷകൾ തന്നെ ഇല്ലായിരുന്നു, വളരെ ചുരുക്കമായിരുന്നു. പിന്നെ ശേഷം പല സംഘടനകളും പരിഭാഷ സൗജന്യമായിട്ട് കൊടുക്കാൻ തുടങ്ങി. നമുക്ക് ആവശ്യം പറഞ്ഞാൽ മതി, നമുക്കൊരു പരിഭാഷ വേണമെന്ന് പറഞ്ഞാൽ ഉടനെ നമുക്കൊരു പരിഭാഷ നമ്മുടെ വീട്ടിലെത്തും. അങ്ങനെ സന്നദ്ധ സംഘടനകളൊക്കെ ഉണ്ട്. അപ്പം ഒരു വ്യക്തിക്കും അവിടെ ന്യായവാദം നടത്താൻ കഴിയില്ല, എനിക്ക് ഖുർആൻ അതിൻ്റെ അർത്ഥം അറിയില്ലായിരുന്നു എന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇവിടെ മനുഷ്യനെ നേർവഴിയിലേക്ക് നയിക്കാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും നമ്മൾ തിന്മയുടെ വഴി തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അള്ളാഹു ശിക്ഷിക്കും. അവിടെ വെച്ച് ന്യായവാദം നടത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇവിടെ അവന് എല്ലാവരും സൗകര്യങ്ങളും അവസരങ്ങളും കൊടുക്കുന്നത്. അള്ളാഹു തെറ്റ് ചെയ്യാനും നന്മ ചെയ്യാനും ഒക്കെ അവസരം കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ നന്മയുടെ വഴി മാത്രം തിരഞ്ഞെടുക്കുക, തിന്മയിൽ നിന്നെല്ലാം പരിപൂർണമായി വിട്ടു നിൽക്കുക. സ്വർഗം ലഭിക്കുന്ന ഭാഗ്യന്മാരിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ആമീൻ.